ചങ്ങായിമാരെ മിഞ്ഞാന്ന് നമ്മളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് തള്ളിയ തള്ളില്ലേ, ആ തള്ളിന് ഇന്നലെ നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ 8ന്റെ പണി കൊടുത്ത്. റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് പല വിയോജിപ്പുണ്ടെങ്കിലും കേരളത്തിൽ BJPനെ വിമർശിക്കുന്ന ചാനൽ ഉണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ടർ ചാനൽ മുൻപന്തി തന്നെയാണ്. ഒന്നാമത് വിസർജനവും ഏഷ്യാനെറ്റിലുണ്ടല്ല, ഭയങ്കരമായിട്ട് BJP സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ നല്ല രീതിയിൽ തന്നെ ശക്തമായി തന്നെ റിപ്പോർട്ടർ ചാനൽ BJPനെയും മോദിനെയും നല്ലോണം വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ കൂടെ തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ മോദിജിന്റെ ഒരു സ്ഥിരം ഡ്രാമ പൊളിഞ്ഞതെന്ന് കാണാനല്ല, എവിടെ പോയി കഴിഞ്ഞാലും മോദിജിന്റെ സ്ഥിരം ഡ്രാമയാണ് ചിത്രം വരച്ച കുട്ടി. ഒരു ചിത്രവുമായിട്ട് ആൾക്കൂട്ടിൽ നിന്ന് ഒരാൾ മോദിജിനെ ഒച്ചത്തിൽ വിളിക്കും. അതെല്ലാ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും ആ ഒരു സംഭവം ഉണ്ടാവും. നമുക്ക് എന്തായാലും റിപ്പോർട്ടർ ജിമ്മിയിലെ അത് പൊളിച്ച് കൈ കൊടുക്കുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ബാ जो बच्चे कब से वो पेंटिंग लेके खड़े हैं, जरा हमारे SPG के लोग इसको कलेक्ट कर लें. പക്ഷെ ഇത് കണ്ടപ്പോ ഇത് എവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. एक छोटा बालक चित्र बना करके लाया है, कोई जरा इसको कलेक्ट करे. छोटा सा बालक है. शाबाश बेटे. 3 സ്ഥലത്ത് ഇതേ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു പരിപാടി. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके. बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा. ഭാവനഗർ ഗുജറാത്തിൽ, കർണാടകത്തിലെ ഉടുപ്പിയിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടി പടവുമായി വരും. മോദി സ്പോട്ട് ചെയ്യും. भैया जरा SPG वाले बेटी बढ़िया फोटो बना के लाई है. छोटी सी गुड़िया, कब से उसके हाथ दुखते होंगे, ऐसे ही हाथ खड़े कर रहे कैसे. जरा SPG के लोग जाकर के ले ले उनसे. थैंक यू बेटा. बिग थैंक यू फॉर बीइंग हियर. എനിക്ക് മോഡിജിയുടെ PR ടീമിനോട് ഒരു കാര്യം പറയുള്ളൂ, നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല മര്യാദക്ക് അന്തസ്സായിട്ട് പണിയെടുക്കണം കേട്ടോ. അല്ലാണ്ട് ഒരേ തിരക്കഥ, ഒരേ സംഭാഷണം, ഒരേ നടൻ, ഈ ഉടായ്പ പരിപാടി ഉണ്ടല്ല, അത് നടത്താൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ ഈ ഉടായ്പ ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലെ സംഖ്യകൾ വേണമെങ്കിൽ എങ്ങനെ വേണം പറ്റിച്ചോ. പക്ഷെ ഈ ഉടായ്പ കൊണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാല് കേരളക്കാർ, മലയാളികൾ ഇതുപോലെ പൊളിച്ച് കയ്യിൽ തരും. ഇത് നമുക്കുണ്ടല്ല, പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റുമായിട്ടാ വരുമെന്ന് പറഞ്ഞ് നമ്മളെ വി വി രാജേഷിനെ നമ്മുടെ റിപ്പോർട്ടറിന്റെ MD ആൻഡോ പൊളിച്ച് തറയിലിട്ട് കളയുന്നുണ്ട്. നമുക്കെന്തല്ല ആൻഡോ ഉണ്ടല്ല, വി രാജേഷിനെയും BJPക്കാരെയും പ്രധാനമന്ത്രി ഒക്കെ ഉണ്ടല്ല പൊളിച്ച് കൈ തരുന്ന ആ മനോഹരമായ വീഡിയോ കൂടി കണ്ടുവരാം. വികസന രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുമ്പോഴേ രൂപരേഖ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി വന്നത്. രാജേഷിന്റെ കൈരേഖ കാണിച്ചു കൊടുത്തത് പൊക്കിയിട്ട് ഇതാണ് രൂപരേഖ, കേരളത്തിന്റെ രൂപരേഖ എന്ന് പറഞ്ഞിട്ടാണ് മോദിനെ 45 ദിവസം കൊണ്ട് മോദിനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെന്താ പറയുന്നത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നു കേരളത്തിലേക്ക് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, കേരളത്തിനെ മൊത്തം മാറ്റി വികസനത്തെക്കുറിച്ച് അക്ഷരം വേണ്ടിയില്ലാന്ന്. കേരളത്തിൽ വന്നിട്ട് വികസനത്തെക്കുറിച്ച് അക്ഷരം വേണ്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ച ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് രാഷ്ട്രീയ പ്രസംഗം നടത്തുമെങ്കിൽ വികസനത്തെക്കുറിച്ച് പറയുന്നത് അവിടെയും വേണ്ടിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വർഗീയത മാത്രം പ്രധാനമന്ത്രി വന്ന് പറയുകയാണ്. ഇത് 1ാമത്തേതോ 2ാമത്തോ 3ാമത്തോ 4ാമത്തോ ആണോ? എല്ലാ പ്രസംഗങ്ങളിലും ഈ പറയുന്ന ഏതെങ്കിലും വർഗീയതന്റെ സംവിധാനം ഉണ്ടാക്കും. തുടക്കം വരുന്നതിന് മുന്നേ അതിപ്പോൾ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനായിരിക്കും, അല്ലെങ്കിൽ തുഷാറിനെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദു രാഷ്ട്രീയം വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ശബരിമല വെച്ചിട്ടായിരിക്കും, എന്തെങ്കിലും തുടങ്ങി വെക്കും മുൻപ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്താ സംഭവിക്കുക? തിരിച്ചു വന്നതിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതിനനുസരിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വികസനത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായ സമയത്ത് വന്ന് പറയുന്നത് അറിയോ, കേരളത്തിൽ ഒന്നും ചർച്ച ചെയ്യണ്ട, കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് മുഴുവൻ എന്താണ്, വികസനം മാത്രം ചർച്ച ചെയ്ത്. പ്രധാനമന്ത്രി വന്നിട്ട് ഒരക്ഷരം വികസനത്തെക്കുറിച്ച് പറഞ്ഞോ. തിരുവനന്തപുരത്തിന്റെ ഭൂരേഖ കാണിക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്. ഒരു ഭൂരേഖയില്ല. എന്താണ് കേരളത്തിന്റെ നഗരപിതാവിനെ, തിരുവനന്തപുരത്തിന്റെ നഗരപിതാവിനെ, പിതാവാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പിന്നെ എയർപോർട്ടിൽ വരിക എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ പ്രപ്പഗൻഡ ഉണ്ടായിരുന്നത്. ഇന്ന് കണ്ടില്ലല്ലോ, അവിടെ അടിയാണ്. എന്നിട്ട് പറയാം ഡബിൾ ഇഞ്ചൻ സർക്കാർ കേന്ദ്രത്തിൽ വരണം, കേരളത്തിൽ വരണം. ഇവിടെ ഇന്നത് പറഞ്ഞില്ല തോന്നുന്നു കേരളത്തിൽ. പറഞ്ഞു തമിഴ്നാട്ടിൽ പോയിട്ട് അതിനെ പറയുന്നത് ഡബിൾ ഇഞ്ചൻ സർക്കാർ അവിടെ ചെന്ന് പറയാം. ഒരേ സ്ക്രിപ്റ്റാണ് കേട്ടോ കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയത്. അവിടെ ആകുമ്പോൾ CMC, ഇവിടെ ആകുമ്പോൾ MMC, ഒരേ സ്ക്രിപ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത്, ജയലളിതന്റെ കാലത്ത് 2 സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ കേന്ദ്രം ഞങ്ങളായിരുന്നു, പിന്നെ തമിഴ്നാട് ഞങ്ങളായിരുന്നു. അപ്പോൾ എല്ലാ സുരക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അവിടെ ചെന്നാൽ പറയാം മാറ്റം അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണോ കേരളത്തിൽ പറഞ്ഞത് അത് തന്നെ പോയിട്ട് തമിഴ്നാട്ടിൽ പറഞ്ഞേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം 1 മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ. കാരണം വേറെ ഒന്നും എഴുതി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നടന്നു. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നേ. ഇവിടുത്തെ വർഗീയ മുസ്ലിം ലീഗിന്റെ വർഗീയ കക്ഷിയാണ്. ഏത് മാവോയിസ്റ്റ് ഇല്ലാത്ത കേരളത്തെ മാവോയിസ്റ്റ് ഉണ്ടെന്ന് പറയണം. ആരാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. കേരളത്തിൽ മാവോയിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഫണ്ട് കൊടുക്കാത്ത കേന്ദ്രമാണ്. എന്നിട്ടാണ് പറയുന്നത് കേരളത്തിൽ മാവോയിസ്റ്റ് കോൺഗ്രസ് ആണെന്ന്. അല്ലേ? വേറെ സംസ്ഥാനത്ത് എന്ന് പറയാം അവിടെ മാവോയിസ്റ്റ് ഉണ്ടെന്നെങ്കിലും പക്ഷേ ഇവിടെ അതില്ല. അപ്പോൾ പറയാണ് മാവോയിസ്റ്റ് കോൺഗ്രസ്. അതൊക്കെ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ്. അത് കേരളത്തിൽ വന്ന് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് ഇത് എത്ര വർഷമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരു സീറ്റ് തരാൻ കഴിച്ചിട്ടുണ്ടോ? ഒരു സീറ്റ്, ഒരെണ്ണം. ഞങ്ങൾ കോർപ്പറേഷനെ മാറ്റിമറിച്ച് കളയും. ഈ മാറ്റിമറിക്കാൻ പോകുന്നതിന്റെ ഭൂരേഖ സമർപ്പിക്കാൻ പോകുന്നവരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് എന്ത് കാണിച്ചു? കൈരേഖ. ഇത് തന്നെയായിരിക്കും നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്ന കൈരേഖ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി അവർക്ക് നന്ദി എന്നുള്ളൂ.
അതാണ് വികസനത്തിന്റെ രേഖ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ വി രാജേഷിനെ നമ്മൾ മോഡിജി വന്നിട്ട് കൊണ്ടു കൊടുത്തതെന്നറിയാം. മോഡിജിന്റെ കൈരേഖ ഇതാണ് ആ രേഖ എന്നാണ് നമ്മളെ മോഡിജി വി രാജേഷിനോട് പറഞ്ഞത്. BJP-കാരില്ലാത്ത മലയാളികൾക്ക് മൊത്തം അറിയാം പ്രധാനമന്ത്രിജി എന്ത് വികസനത്തിന്റെ രേഖയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ BJP-കാർക്കും വി രാജേഷിനും കൂടി ഇതോടുകൂടി ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി മനസ്സിലായി പ്രധാനമന്ത്രി കേരളത്തിൽ തരാൻ പോകുന്നത് വാഗ്ദാനം മാത്രം. വാഗ്ദാനവും പിന്നെ ജിയുടെ ഏറ്റവും വലിയ കൈരേഖയും ഇത് മാത്രമേ കേരളത്തിൽ കിട്ടൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ സ്മൃതി പരുത്തിക്കാടില്ലേ, സ്മൃതി പരുത്തിക്കാട് BJP-ന്റെ അവസാന താണി, പെട്ടിയിലെ അവസാന താണി അടിച്ച് ആ ആണിയടി കൂടി കണ്ടാലോ. വാ, കേന്ദ്ര ഫണ്ട് തന്നു എന്ന് പറയുകയാണ്. ആ ഫണ്ടുകൾ ഇവിടെ ലാപ്സാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി അവിടെ വന്നതും അവിടെ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതും അവിടെ എല്ലായിടവും പോയി കണ്ടതും അല്ലേ, നമ്മൾ കണ്ടതല്ലേ. അന്ന് അജിത് കുമാറിനൊപ്പമാണ് എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം നടന്നു കണ്ടത്. അത്രയും നടക്കാൻ പറ്റാത്ത പിണറായി വിജയൻ നടന്നില്ല. പിണറായി വിജയൻ ആരോഗ്യ പ്രശ്നം കൂടി നടക്കാതിരുന്നതാണ്. പിണറായി വിജയൻ നടന്നില്ലാതെ മോദി നടന്നല്ലോ എന്നുള്ള ഒരു താരതമ്യം കൂടി അന്ന് നമ്മൾ കേട്ടതാണ്. അങ്ങനെ നടന്നു പോയ പ്രധാനമന്ത്രി ഇപ്പോൾ വന്നിട്ട് ഇവിടെ വാഗ്ദാനം നൽകിയാണ്. എന്താണ് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുള്ളത്? പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് എത്രത്തോളമുണ്ട് അത് നമുക്ക് ബോധ്യമാക്കി തന്ന സംഭവമാണ് അത്. അപ്പോൾ ദുരന്തത്തോട് കേരളം എന്ന സംസ്ഥാനത്തിൽ ഒരു ദുരന്തത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ട് പറയാണ് കേരളത്തിലെ വികസനം നടന്നാലേ രാജ്യത്താകെ വികസനം നടക്കുകയുള്ളൂ. കേരളത്തെ സൊമാലിയ എന്ന് വിളിപ്പിച്ചതും ഈ കൂട്ടർ തന്നെയാണല്ലോ. അപ്പോൾ ഈ പ്രതികരണം ഇവിടെ നടത്തുന്നു. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ഇനി തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടോ? തിരുവനന്തപുരമായിട്ട് വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറഞ്ഞത് BJP സംസ്ഥാന നേതൃത്വമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേയറുടെ പേര് സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിലുണ്ടായിരുന്നു വി രാജേഷിന്റെ പേര്. പക്ഷേ പാർട്ടി സംവിധാനം കൊടുത്ത ലിസ്റ്റിൽ വി രാജേഷിന്റെ പേര് വിട്ടുന്നു. അതായത് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡബിളായി നിൽക്കുന്ന പാർട്ടിയാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഡബിളായി നിൽക്കുന്ന പാർട്ടിയിൽ നമ്മൾ ശ്രീലേഖയെ ദൂരെ ഒരു വശത്തേക്ക് മാറി നിൽക്കുന്ന വേദിയിൽ നമ്മൾ കണ്ടു. ഡബിളായി നിൽക്കുന്ന പാർട്ടിയിൽ പെട്ടെന്ന് വി രാജേഷിനെ വല്ലാതെ ആശ്ലേഷിക്കുന്ന കെ സുരേന്ദ്രനെ കണ്ടു. അതുകൊണ്ട് ഒരു പതുക്കെയുള്ള ചിരിയിൽ മാറി നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ കണ്ടു. അപ്പോൾ വി രാജേഷിനെ, അതായത് മേയറെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയക്കുക. അപ്പോൾ വേറെ പരിപാടിയുള്ളതാണ്, പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ വി രാജേഷ് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അത് മറുപടി പറയാം. ഇലക്ഷന് മുമ്പ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ തിരുവനന്തപുരം മേയർ ഉണ്ടാവും പറഞ്ഞിട്ടായിരുന്നു. അതെ, വി രാജേഷിനെ അവിടേക്ക് വരാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇനി അതിനുശേഷം വി രാജേഷ് ഈ ബ്ലൂ പ്രിന്റ് ഒക്കെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ സംവിധാനം ഉണ്ട്. ഇനി രണ്ടാമത് കൊടുക്കും അല്ലെങ്കിൽ ഇനി കൊടുക്കും എന്നൊക്കെ വി രാജേഷിന് പറയേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതാണ് കേരളത്തിലെ സംസ്ഥാനത്തെ BJP ഡബിൾ എഞ്ചിൻ ഉണ്ടാക്കാൻ നിൽക്കുന്ന BJP-യുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇനിയും വേറെ കാര്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇടിയിരുപ്പ് വേട്ട തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എപ്പോൾ നടപടി എടുക്കുന്നതാണ്? ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്ന ശേഷം സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുക്കും. അത് മോദിക്ക് ഗ്യാരണ്ടി നമ്മൾ എത്ര ഗ്യാരണ്ടികളായി കേൾക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള തള്ളു പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയെ കാണാനുള്ള കൗതുകത്തിൽ രണ്ട് വശത്തും ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിൽ BJP അണികൾ ഉണ്ടാകാം. ഉറപ്പായിട്ടും തലസ്ഥാനത്ത് അവർക്ക് ഒരു സ്വാധീനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പ്രസംഗം കേൾക്കാനും അണികളുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. മലയാളത്തിലും ഹിന്ദിയിലുമായി പറഞ്ഞു പോയ പ്രസംഗം കേൾക്കാനൊക്കെ അദ്ദേഹം നല്ല പ്രാസംഗികനാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു രസത്തിൽ കേൾക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നടന്നിരിക്കുന്നു. അതിലപ്പുറം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഇനി ക്രിസ്ത്യൻ വോട്ട് നേടുക എന്നാണല്ലോ പ്രധാനപ്പെട്ട അടുത്ത അജണ്ട. സാബു ജേക്കബിനെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2020 എന്നതിനപ്പുറം ഒരു ക്രിസ്ത്യൻ നാമധാരിയായ 2020യുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയ്ക്കാണ് സാബു ജേക്കബിനെ കൊണ്ടുവന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ ക്രിസ്ത്യൻ പ്രതിനിധികളെ കുറെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഒഡീഷയിൽ ചാണകം ദേഹത്തൊഴിച്ച അല്ലെ ഒരു ക്രിസ്റ്റിന്റെ കാര്യമാണ്. ചാണകം കലക്കി കുടിപ്പിച്ചു. അപ്പോൾ ചാണകം ഔഷധം എന്ന രീതിയിൽ കുടിപ്പിച്ചാണെന്ന് വേണമെങ്കിൽ വിശദീകരിക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന് പുറത്തും കേരളത്തിനകത്ത് പോലും ക്രിസ്മസിന്റെ ദിനത്തിൽ കരോൾ പാടിയ കുട്ടികളല്ല എന്ന രൂപത്തിൽ പ്രതികരിച്ച് ഈ ക്രിസ്ത്യൻ നാമധാരികളായ പാർട്ടിയിലേക്ക് എടുത്ത നേതാക്കൾ തന്നെയാണ് കേട്ടോ. അവരാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുന്നു, വോട്ട് ചോദിക്കാൻ പോകുന്നു. സന്തോഷമായല്ല BJP-ക്കാരെ, നിങ്ങൾക്ക് സന്തോഷമായില്ല. നിങ്ങളുടെ കേരളത്തിന് ഒരു വികസനം തന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ടുണ്ടല്ലോ വർഗീയത മാത്രം ഉണ്ടാക്കാതിരുന്നാൽ മതി. അതുമാത്രമല്ല നമ്മുടെ ജി ഇടക്കിടക്ക് വന്നിട്ട് ഈ തള്ളിന്റെ പൈസ ഉണ്ടല്ല നിങ്ങൾ തന്നെ കൊടുക്കണം. അതും കേരളത്തിലെ പാവങ്ങളുടെ നികുതി പണമില്ല, അതൊന്ന് കൊടുക്കേണ്ട അവസ്ഥ വരുത്തിക്കല്ല BJP-ക്കാര്. നമ്മളെ മൂത്തജി വയനാട് വന്നിട്ട് അന്ന് തള്ളി ആ തള്ളിനുണ്ടല്ല, ആ തള്ളിന്റെ പൈസ വരെ നമ്മളെ പാവപ്പെട്ട മലയാളിയാണ് നികുതി പൈസ എടുത്ത് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ സൊമാലിയ എന്ന് വിളിക്കുന്ന കേരളം ഉണ്ടല്ല, കേരളം എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചു പോയിക്കോളൂ. നമ്മളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോ മലയാളികളെ കണ്ട കാഴ്ച എന്താ പറയാ, നമ്മളെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്നും ഒരു സാധാ BJP-കാരനായി മാറുന്ന ഒരു കാഴ്ച മാത്രമേ മലയാളി കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഒരു സാധാ BJP-കാരുടെ കുറെ തള്ളുണ്ടായിരുന്നു, പിന്നെ കുറെ രാഷ്ട്രീയം. അല്ലാണ്ട് നാടിന് വേണ്ടി നമ്മളെ കേരളത്തിന് വേണ്ടി ഒരക്ഷരം ഒരു വികസന പദ്ധതി പോലും നമ്മളെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞിട്ടേയില്ല. വി രാജേഷ് പറഞ്ഞ ബ്ലൂ പ്രിന്റും ഇല്ല, വികസന രേഖയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അപ്പൊ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ബ്ലൂ പ്രിന്റും വികസന രേഖയും വാങ്ങിവെച്ച തിരുവനന്തപുരത്തിന്റെ മേയർ വി രാജേഷിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.